വീട്ടിൽ അസാധാരണമായ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിയ ശേഷം അത് പെട്ടെന്ന് വിറ്റുപോകേണ്ടി വരുന്നു, അവിടെ ദുർമരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നു. അപ്പോൾ അതുവരെ ജീവിതത്തിൽ ഇല്ലാത്ത ചില വിശേഷമായ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മളതിനെ ബാധ അല്ലെങ്കിൽ ഭൂതപ്രേത പിശാചാദികളുടെ ശല്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. സാറേ, നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഭൂതം, പ്രേതം, ബാധ എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കും വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ വിശ്വസിക്കേണ്ടതും ഇത്രയധികം പേടിക്കേണ്ടതുമായിട്ടൊക്കെ ഉണ്ടോ? വിശ്വസിക്കേണ്ടത് അവനവനെ തന്നെയാണ്. ആത്മാവിനെ, സ്വാത്മാവിനെ വിശ്വസിക്കണം. ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ അത് പരിശോധിക്കുകയാണ് വേണ്ടത്. ഇത് വിശ്വസിച്ചിട്ട് എന്താ ഗുണം? ഭൂതമുണ്ട് അല്ലെങ്കിൽ ഇല്ല, പിന്നെ പ്രേതമുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പേടിപ്പിക്കുന്ന സംഗതിയെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അനുഭവത്തിൽ വരുമ്പോൾ അതെന്താണെന്ന് പരിശോധിക്കണം. അപ്പോൾ അതിനറിവുള്ള ദൈവജ്ഞന്മാരെ കൊണ്ട് പിന്നെ നമ്മൾ പറയില്ലേ, ജ്യോതിഷം ഒക്കെ ചിന്തിക്കുന്ന എന്താണ്, നമുക്കൊരു അനുഭവം വരുമ്പോഴാണ് ചെല്ലുന്നത്. പ്രധാനമായിട്ടും ജീവിതാസക്തി, അതായത് ജീവിക്കാനൊരു ആസക്തി മനുഷ്യനുണ്ട്. എത്രയൊക്കെ എനിക്ക് ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞാലും വലിയൊരു ശതമാനം മനുഷ്യർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവന് അതിനുവേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. പണം ഉണ്ടാക്കുന്നതിനാണ്, എല്ലാം ജീവിതാസക്തിയാണ്. പക്ഷേ ഇതിനോട് സമാന്തരമായിട്ട് ഒഴുകുന്ന മറ്റൊരു വശമാണ് ജീവിതത്തിൽ അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ ഒരു അനുഭവം, മറ്റു ആർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ചിലപ്പോൾ വിചാരിക്കും. ഇപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് വരാറുണ്ട്. വീട്ടിൽ അസാധാരണമായ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിയ ശേഷം അത് പെട്ടെന്ന് വിറ്റുപോകേണ്ടി വരുന്നു, അവിടെ ദുർമരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നു. അപ്പോൾ അതുവരെ ജീവിതത്തിൽ ഇല്ലാത്ത ചില വിശേഷമായ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മളതിനെ ബാധ അല്ലെങ്കിൽ ഭൂതപ്രേത പിശാചാദികളുടെ ശല്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതില്ലെന്ന് പറയാൻ പറ്റില്ല. അതുള്ളത് കൊണ്ടാണ് പലരും അത്തരം വിഷമങ്ങൾ അനുഭവിക്കുകയും വരികയും ചെയ്യുന്നത്. അസാധാരണമാണ് ഇതൊക്കെ. പക്ഷേ ഇതൊരു ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഇൻക്വയറി നടത്തിയിട്ട് അത് ഇതാണെന്നോ അല്ലെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ അതേ സമയത്ത് അനുഭവവേദ്യമായ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്ത പലതും ഉണ്ട് എന്ന് സമ്മതിക്കൽ കൂടെ ഒരു ശാസ്ത്രചിന്തയാണ്. ശാസ്ത്രചിന്ത എന്ന് പറഞ്ഞാൽ കേവലം സയൻറ്റിസ്റ്റ് എഴുതി വെച്ചതോ അല്ലെങ്കിൽ അവർ റിസർച്ച് ചെയ്ത് തെളിയിച്ചതോ മാത്രമല്ല. വി ആർ കീപ്പിംഗ് എ ഡോർ ഓപ്പൺ. അതായത് നമുക്ക് അറിയാത്ത, ഇതുവരെ അനുഭവത്തിലില്ലാത്ത പലതും ഉണ്ടാവാം എന്ന ചിന്തയാണ്. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അടച്ചു വെക്കുന്ന ശാസ്ത്രചിന്തയല്ലല്ലോ, അത് അന്ധവിശ്വാസമല്ലേ. ഇപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അന്ധമാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് അറിയാത്ത ഒന്നിനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ഒരുപക്ഷെ അനുഭവം ഇല്ലാത്ത ഒന്നിനെയാണ് വിശ്വസിക്കേണ്ടത്. അനുഭവം ഉള്ളതിനെ വിശ്വസിക്കേണ്ട, അനുഭവിച്ചാൽ മതി. ഇപ്പോൾ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നൊരാൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു എന്നത് വിശ്വാസമല്ലല്ലോ, അനുഭവമാണ്. കണ്ണുകൊണ്ട് കാണുന്നു, എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, അല്ലേ? അപ്പോൾ ഇത് അനുഭവമാണ്. അതുപോലെ തന്നെ പല ആളുകൾക്കും, പ്രഗത്ഭമതികളായ പല ആൾക്കാർക്കും പോലും ഈ പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും, എനിക്ക് തോന്നുന്നു പഴയ റീഡേഴ്സ് ഡൈജസ്റ്റിലൊക്കെ അത്തരം ലേഖനങ്ങൾ വരുമായിരുന്നു, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭാര്യ അടുക്കളയിൽ കുക്ക് ചെയ്യണം, ഭർത്താവ് വരാൻ കാത്തിട്ട്, എനിക്ക് തോന്നുന്നു വളരെ പണ്ട് കാലത്ത് റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഞാൻ വായിച്ചൊരു ലേഖനമാണ്, അനുഭവ കഥയാണ്. അതായത് ഭാര്യ കുക്ക് ചെയ്യണം ഭർത്താവിനെ എക്സ്പെക്ട് ചെയ്തിട്ട്. 9 മണിക്ക് സാധാരണ വരേണ്ടുന്ന ഭർത്താവ് ആ സമയത്ത് തന്നെ അടുക്കള വസ്തുവിടെ വന്നിട്ട്, അസ്വാഭാവികമാണ്, സാധാരണ നേരെ ഡോറിലൂടെ വരുന്നതാണ്. അടുക്കള വസ്തുവിടെ വന്നിട്ട്, അവരുടെ പേര് എൽസി എന്നെന്താണെന്ന് എനിക്ക് ഓർമ്മ, എൽസി ഞാൻ പോയി, ഇനി എനിക്ക് വരാൻ പറ്റില്ല എന്ന് മാത്രം പറയുകയും അയാൾ മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്ത്രീക്ക് അതുവരെ ഇല്ലാത്തൊരു ഭയം ഉണ്ടാവുകയും ഓഫീസിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. കൃത്യം അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു, ഇങ്ങനെ ഗുരുതരമായ അപകടം പറ്റിയിട്ട് അയാൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചെന്നപ്പോൾ അയാൾ മരിച്ചു എന്നാണ് പറയുന്നത്. ഈ അനുഭവങ്ങളൊക്കെ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു കാലത്ത് വന്നിരുന്നു. അപ്പോൾ സായിപ്പ് അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഉണ്ടെന്ന് തോന്നും. നമ്മൾ പറയുമ്പോൾ അയ്യോ ഇത് അന്ധവിശ്വാസമാണ്, മറ്റതാണ്. കണക്ഷൻ ഉള്ളവർക്കിടയിൽ മാത്രമേ ഇങ്ങനെ ഒരു ഇത് വരുള്ളൂ. അല്ല, ഈ കണക്ഷൻ എന്ന് പറയുന്ന ഈ ജന്മം, ഹിന്ദു ധർമ്മത്തിൻ്റെ ചിന്ത പ്രകാരം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ജന്മം കൊണ്ടല്ല. തീരെ അറിയാത്ത ചില ആളുകളെ നമ്മൾ കണ്ടെന്ന് വരാം. ഇപ്പോൾ ഈ സ്ത്രീ നോക്കൂ, അവരുടെ മനസ്സും ശരീരവും ഒക്കെ പങ്കുവെച്ച ഒരാൾ പങ്കാളി അവരുടെ മുമ്പിലേക്ക് സ്വാഭാവികമായ ഒരു വിഷ്വൽ കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ എൽസി ഞാൻ ഇനി വരില്ല എന്ന് ആ കൃത്യമായിട്ട് ആൾ വരുന്ന സമയത്ത് പറയണമെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു ശരീരത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു സഞ്ചാരം സാധ്യമാണെന്നല്ലേ ചിന്തിക്കണേ. ഒരു ആസ്ട്രൽ ബോഡിയെന്നോ അല്ലെങ്കിൽ ഒരു സട്ടിൽ ബോഡിയെന്നോ എന്തും വിളിക്കാതെ ആ ഒരു അനുഭവം ഉണ്ടായ സ്ത്രീക്ക് പിന്നെ ഇത് അവിശ്വസിക്കാൻ പറ്റുമോ എന്നല്ല ചോദ്യം. അവിശ്വാസം എവിടെ വരികയാണ്? either when it is disproved that there is nothing like ghost, അങ്ങനെ ഒരു സാധനമില്ല, ഇതില്ല എന്നൊരാൾ ഡിസ്പ്രൂവ് ചെയ്യില്ല, ഇതില്ല, ഡിനൈ ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരാൾ അനുഭവിക്കുന്നുണ്ടെന്ന്. ഈ രണ്ടും അനുഭവത്തിന് അടിസ്ഥാനമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഇതിനൊന്നും ആവശ്യമില്ല. സ്വർഗത്തിലൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ ഇവിടെ ഭൂമിയിലും പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കാം. ദാറ്റ് ഇസ് അനദർ തിങ്. പക്ഷേ ഈ വിശ്വാസമുള്ള സമയത്ത് ഡിനൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ചുമ്മാ ആൾക്കാർ പറയുന്നതാണ്. പക്ഷേ അനുഭവിച്ച ആളുകൾ അനേകം പേര്, ഞാൻ തന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ പല ആളുകളുടെയും എൻ്റെയും ചില അനുഭവങ്ങൾ ഇങ്ങനെ ഈ തരത്തിൽ ഈ ദിശയിലുണ്ട്.
അപ്പോൾ നമ്മളിതിനെ പെട്ടെന്ന് ഡിനൈ ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊരു അറിവുള്ള ആളുടെ ലക്ഷണമല്ല. നമുക്ക് പറയാം ആളുകളെ ഒരു പക്ഷേ ഇന്നത്തെ തലമുറ വളരെ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്ന തലമുറയാണ്. അപ്പോൾ അവരുടെ കൈയ്യടി നേടാൻ വേണ്ടിയിട്ട് വേണേൽ പറയാം ഇതൊക്കെ പൊട്ടത്തരാണെന്ന് പറയാം. പക്ഷെ അനുഭവം എന്നത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെയാണ്. അനുഭവം വന്നു കഴിഞ്ഞാൽ നമുക്കത് പക്ഷേ ഈ അനുഭവം കൊണ്ട് എന്താ മാറ്റം എന്ന് ചോദിച്ചാൽ ഇതൊരു അത്ഭുതമാണ്, അത്രയേ ഉള്ളൂ. ഇറ്റ് ജസ്റ്റ് വണ്ടേഴ്സ് മീ. ഇതെന്ത് എന്നെ എൻ്റെ ഉള്ളിൽ ഒരു മാജിക്കൽ ഷോക്ക് തരികയാണ്. അതല്ലാണ്ട് അതിനപ്പുറത്തൊന്നുമില്ല. ചിലർക്ക് ഇത് ഭയം ഉണ്ടാക്കും. ഇത് എന്തെങ്കിലും ഇങ്ങനെ ഒരു അസാമാന്യമായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു കാഴ്ച കാണുമ്പോൾ ചിലർ ബോധം കെട്ട് വീഴുകയോ സ്ക്രീം ചെയ്യുകയോ ഉറക്കാലറി വിളിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലാത്ത ഒരു കേസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വളരെ ലവിങ് ബോണ്ട്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വളരെ പ്രേമബദ്ധമായ ഒരു ജീവിതത്തിനിടയ്ക്ക് ഭർത്താവ് അകാല മൃത്യു അടഞ്ഞപ്പോൾ ആ സൂക്ഷ്മ ശരീരം സഞ്ചരിച്ച് വീട്ടിൽ വരികയും എൽസി ഞാൻ പോയി എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? അത് അങ്ങനെയൊക്കെ ഞാൻ റീഡേഴ്സ് ഡൈസിൽ ഒരുപാട് അങ്ങനത്തെ ലേഖനങ്ങൾ ആ കാലത്ത് വന്നിരുന്നു. പിന്നെ ഞാനത് കണ്ടിട്ടില്ല. എനിക്ക് ഐ തിങ്ക് ഇറ്റ് ഇസ് സ്റ്റിൽ വിത്ത് മൈ കളക്ഷൻ. എവിടെയോ ഉണ്ടത്, ആ പുസ്തകമുണ്ട്, ഞാൻ വായിച്ചതാണത്. അതുപോലെ അങ്ങനത്തെ ഒരുപാട് പ്രേതാനുഭവങ്ങളുടെ പുസ്തകങ്ങൾ വെസ്റ്റിലും ഇവിടെയൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഡിനൈ ചെയ്യാന്ന് പറയുമ്പോൾ ഉണ്ടോ എന്നറിയാനുള്ള ഒരു മാർഗത്തെ അടച്ചിടുകയാണ്. ഡിനൈ ചെയ്യുന്നതിന് പകരം അതിനെപ്പറ്റി അന്വേഷിക്കാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ശാസ്ത്ര ബുദ്ധിയോടുകൂടി അന്വേഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കത് കിട്ടിക്കൊള്ളുന്നില്ല. അവിചാരിതമായ ഒരു മുഹൂർത്തത്തിൽ നമ്മളെ തേടിയെത്തുന്ന ഒരു അനുഭവമായിരിക്കാം അത്. ഞാൻ കേട്ടിട്ട് നടൻ മോഹൻലാൽ അതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നുണ്ട്. തിരുവനന്തപുരത്തോ എവിടെയോ, സ്ഥലം അറിയില്ല, ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ആ മുറിക്കകത്ത് ഒരു കൊച്ചു പയ്യൻ, റൂം അടച്ചാണ് അദ്ദേഹം കിടക്കുന്നത്, ഒരു കൊച്ചു പയ്യൻ വന്നിരുന്നിട്ട് പറയുകയാണ്, അങ്കിളെ ഞാൻ ഇവിടെ കിടന്നാണ് മരിച്ചത്, പനിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വനിതയിലോ മറ്റോ എഴുതിയതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ആധികാരികമാണോ അല്ലയോ എന്ന് പറയാം, വനിതയിൽ ഞാൻ വായിച്ചാണത്. അതിനുശേഷം മോഹൻലാൽ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു പയ്യൻ ഇങ്ങനെ മരിച്ചിരുന്നു എന്ന് പറഞ്ഞ് അത് വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ഇത്തരം വിശാഖം, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളൊക്കെ സൂക്ഷ്മ ശക്തികളെ കാണാം എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതൊക്കെ ശാസ്ത്ര പ്രമാണമൊന്നും അതിനില്ല, പക്ഷെ പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു സുഹൃത്ത് എന്നോട് അന്ന് പറയുമായിരുന്നു, അവൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് പറമ്പിലുള്ള ഒരു കൈത്തിരി നാളം മാത്രം നടന്നു പോകുന്നു, ആ വ്യക്തിയെ കാണാനില്ലെന്ന് പറയുമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ അവനെ കളിയാക്കി ഒരുപാട്. പിന്നീട് വളരെ മുതിർന്ന ഒരാൾ, വളരെ നല്ല ആയുർവേദ ഭിഷഗ്വരൻ എന്നോട് പറഞ്ഞു ഇതേ അനുഭവം അദ്ദേഹത്തിന്. അതായത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള കാവിലൂടെ രാത്രിയിൽ കൈത്തിരി നാളം മാത്രം പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് അത്ഭുതമാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ചില അനുഭവങ്ങൾ എനിക്ക് വേറെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ എന്താ പറയുക ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ളതുകൊണ്ട് വളരെ വളരെ പോസിറ്റീവായിട്ട് തോന്നിയതുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈ പാരാസൈക്കോളജിയുടെ പഠന വിഷയമാണിത്. ഇതെന്താണ്, ടൈം സ്ലിപ്പാണോ അല്ലെങ്കിൽ ആക്ച്വൽ ഗോസ്റ്റ് ആണോ, ആക്ച്വൽ എക്സ്പീരിയൻസ് ബൈ സ്പിരിറ്റ് ആണോ, ഇതൊക്കെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ശാസ്ത്രശാഖയായിട്ട് ഇവർ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പാരാസൈക്കോളജി ഒരു ശാസ്ത്രശാഖയാണെന്ന് ഇവർ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ബട്ട് ദർ ആർ പ്രൊഫസേഴ്സ് ഇൻ ദാറ്റ്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കേസസ് ഇങ്ങനെ ഉണ്ട്. ഈ ബാധോപദ്രവങ്ങൾ, ഈ 4 വയസ്സോ 5 വയസ്സോ മാത്രമായ കുട്ടി അസാമാന്യമായ പക്വതയോടുകൂടി ഒരു വൃദ്ധനെ പോലെ ആ വീട്ടിൽ പണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതം തോന്നില്ലേ. അങ്ങനെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റൂ സത്യത്തിൽ ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയല്ലേ ഉള്ളൂ. എനിക്കും ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാനതൊക്കെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ അത് ഒരു വിഷയമുണ്ട്. ഇതിപ്പോൾ ഒരാളിങ്ങനെ അനുഭവിച്ചു നിൽക്കുക, തറവാട്ടിലൊരു കുട്ടി, ചെറിയ കുട്ടി വൃദ്ധനെ പോലെ സംസാരിക്കുകയും തറവാട്ടിൽ പണ്ടത്തെ ഒരു കാര്യം, ആരും മറന്നുപോയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു നമുക്ക് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് അനുഭവിച്ച ശേഷം എന്ത് ചെയ്യണം? ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. എന്താണോ പരിഹാര കർമ്മങ്ങൾ അത് ചെയ്തിട്ട് ബാധ ഒഴിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. അനുഭവം ഉള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ സത്യാവസ്ഥ. എന്തായാലും ഞാനിതിൽ ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.